സ്ഥിരപ്പെട്ടതായി ഇന്നുള്ള പ്രവാചകന്മാരുടെ ഖബറുകൾ എന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ഖബർ മാത്രമാണ്. അല്ലാത്തൊരു ഖബറും അങ്ങനെ അറിയപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ അമ്പിയാക്കളുടെ ഖബറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പലയിടത്തും പല ഖബറുകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇറാഖിലൊക്കെ ഇബ്രാഹിം നബിയുടെ ഖബർ, ഇസ്മായിൽ നബിയുടെ ഖബർ, ഇങ്ങനെ ധാരാളം ഖബറുകളുണ്ട്. പക്ഷെ ആ ഖബറുകളൊക്കെ ആ പ്രവാചകന്റെ തന്നെയാണോ എന്നതിന് ഗണ്യമായ രേഖകളൊന്നും ഇല്ല. മുഹമ്മദ് നബിയുടെ ഖബർ മാത്രമാണ് അങ്ങനെ നബിയുടെ ഖബർ എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ഒന്നുള്ളത്. അത് ധാരാളം പണ്ഡിതന്മാർ വ്യക്തമാക്കിയ കാര്യവുമാണ്. ഷെയ്ഖ് ഹുസൈൻ ബിൻ തൈമിയ്യ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഭൂമുഖത്ത് മുഹമ്മദ് നബിയുടെ ഖബറില്ലാത്തൊരു ഖബറും ഇത് അങ്ങനെ നമുക്ക് രേഖപ്രകാരം സ്ഥാപിക്കാൻ പറ്റിയതില്ല. മാത്രമല്ല അദ്ദേഹം അൽ ഖുബൂറുൽ മക്ദൂബ, വ്യാജമായി ഉണ്ടാക്കപ്പെട്ട ഖബറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം ഹെഡിങ് കൊടുക്കുകയും ലോകത്ത് പല ഭാഗത്തുള്ള അമ്പിയാവിൻ്റെയും സ്വഹാബത്തിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്ന പല ഖബറുകളും അത് അവരുടേതല്ല എന്ന് ചരിത്ര രേഖ വെച്ച് സ്ഥാപിക്കുന്നുണ്ട്. പല സ്വഹാബിമാരുടെ ഖബർ പല സ്ഥലത്തുള്ളത് അദ്ദേഹം പറയുകയും ആ സ്വഹാബി അവിടെയല്ല വഫാത്തായത്, ആ സ്വഹാബി ഇന്ന സ്ഥലത്ത് വഫാത്തായത് ഇന്ന കിതാബിൽ പറയുന്നു, അതുകൊണ്ട് ആ ഖബർ അവിടെ വരാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയുള്ള ചരിത്ര രേഖകൾ വെച്ചുകൊണ്ട് ഈ ഖബറുകളൊക്കെ വ്യാജനകളാണ് എന്ന് അദ്ദേഹം അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ളയുടെ അൽ അംറു ബിൽ ഇത്തിബാ എന്ന കിതാബിലും ബിദ്അഉൽ ഖുബൂർ, ഖബറുകളുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകൾ എന്ന ഹെഡിങ്ങിൽ അതേ രൂപത്തിലുള്ള അധ്യാപനങ്ങൾ അദ്ദേഹം നൽകുന്നതായി കാണാനും സാധിക്കുന്നുണ്ട്. അല്ലാഹു അഅലം.